ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റർഡ്. സുഖമല്ല എല്ലാവർക്കും. ഞാൻ വന്നിരിക്കുന്നത് ഫേഷ്യലിൻ്റെ ഗുണങ്ങളെ പറ്റി പറയാനാണ്. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ ഫേഷ്യലൊക്കെ ചെയ്യുന്നവരായിരിക്കും. ഒന്നിക്ക് പാർലറിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ ചെയ്യും അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് മുഖത്ത് കാട്ടാണ്ട് നിൽക്കൂല അല്ലേ. ആ അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താണ്? അയഞ്ഞതും തൂങ്ങിയതുമായിട്ടുള്ള മസിലുകളെ ഉറപ്പിക്കും കേട്ടോ ഈ ഫേഷ്യലിലൂടെ. പിന്നെന്താ, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. പിന്നെ നമ്മളെ മുഖത്ത് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കും. അതുപോലെ നമ്മളെ സ്കിൻ ടെക്സ്ചർ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ പേശികളെ ഉറപ്പിക്കും. പേശികൾക്കൊക്കെ ഒരു റിലാക്സേഷനാണ് ഇത് ഈ മസാജിലൂടെ. ഈ ഫേഷ്യലിൻ്റെ നമുക്ക് ഓരോ സ്റ്റെപ്പാണല്ലേ ഫേഷ്യൽ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ പാർലറിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ക്ലെൻസ് ചെയ്യും. ആദ്യം തന്നെ നമ്മൾ ക്ലെൻസാണ് ചെയ്യുക, പിന്നെ സ്ക്രബ് ചെയ്യും, പിന്നെ സ്റ്റീം കൊടുക്കും, അതുപോലെ മസാജ് അല്ലേ. ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ പാക്കും. ഇതെല്ലാം നമ്മൾ ഒരു 45 അങ്ങനെയാണ്, അത്ര മിനിറ്റാണ് ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു റിലാക്സ് ആണ് അല്ലേ നമ്മളവിടെ പോയി ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മളെ മനസ്സും ശരീരവും റിലാക്സ് ചെയ്ത് സൗന്ദര്യം വർദ്ധിക്കാൻ തന്നെ ഇത് കാരണമാകും അല്ലേ. ആ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 35-40 അങ്ങനെയൊക്കെ പ്രായം അങ്ങോട്ട് കടക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളെ മുഖത്തൊക്കെ ചുളിവുകൾ വരാനോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ ചുളിവുകളും വരകളും ഒക്കെ മുഖത്ത് കണ്ണിൻ്റെ ഇടയൊക്കെ ഇങ്ങനെ ഇതൊക്കെ വരും അല്ലേ, ചുളിവുകളും വരകളൊക്കെ. അപ്പം അതൊക്കെ ഒരു പരിധി വരെ മാറ്റാൻ നമ്മളെ ഈ ഫേഷ്യലിൻ്റെ മസാജ് കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഒന്നിക്ക് മാസത്തിലൊരിക്കൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് ഒന്ന് ചെയ്താൽ മതി. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എല്ലാവരും അതൊക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.